ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചായ തിളക്കും മുമ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ്. 4 മണി പലഹാരം, 4 മണി ചായയുടെ ഒക്കെ കഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾ സ്കൂൾ വിട്ട് വരും മുമ്പ് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു അര ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഈ മുട്ട നല്ലതുപോലെ അടിക്കണം. നല്ലതുപോലെ അടിച്ചിട്ട് അവിടെ മാറ്റി വെക്കണം. പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കിയാലും മതി. ഇതിപ്പോൾ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണേന്ന് നേരിയതായിട്ട്. അത് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നെയ്യിലിട്ട് നല്ലതുപോലെ ഇത് വഴണ്ട് വരണം. കുറച്ച് പഴുത്ത പഴം എടുക്കണം. പച്ച എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് വരാൻ താമസമായിരിക്കും, ടേസ്റ്റും കുറവായിരിക്കും. അതുകൊണ്ട് നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം. എടുക്കണം നെയ്യിലിട്ട് തന്നെ വഴണ്ടി വരുമ്പം നല്ല മണമായിരിക്കും. ഇത് നെയ്യിൻ്റെയും പഴമൊക്കെ വഴണ്ടതിന് നല്ലൊരു മണം വരും. ആ സമയത്ത് വേണം മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഈ പഴം ഇപ്പം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്കായാലും മാറ്റിയാൽ മതി. അതിപ്പോൾ ഇത് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഈ നടുക്ക് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വേണം ഈ മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്. മുട്ട കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഇളക്കാതെ വെച്ച് കൊടുക്കണം. പിന്നെ അതൊന്ന് വെന്ത് വരാനായിട്ട്. അതിനുശേഷം മാത്രം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇത് നല്ലതുപോലെ ഇപ്പോൾ ഇങ്ങനെ നല്ലപോലെ ചിക്കി എടുക്കണം. മുട്ട നല്ലതുപോലെ ചിക്കി എടുക്കണം. പഴം ഇപ്പോൾ കൂട്ടരുത്, അതിലേക്ക് മുട്ട മാത്രമായിട്ട് ചിക്കി എടുക്കണം. ഇത് നല്ലൊരു ഹെൽത്തി ഫുഡും കൂടെയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. സ്കൂളിൽ പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം രാവിലെയൊക്കെ. പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴാണെങ്കിൽ 2 പഴം ഒരു മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു ഹെൽത്തി ഫുഡും കൂടെയാണ്. വണ്ണം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റും ആയിരിക്കും, കുട്ടികൾക്ക് ഇഷ്ടവുമാകും. ഇതൊക്കെ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. അത്രയ്ക്കും നല്ല ടേസ്റ്റാണിത്. ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും.